ഒരു പ്രത്യേക സ്വഭാവക്കാരിയായ ഈ കഥയിലെ നായികയുടെ ഒരു ഹോബിയാണ് ഭാര്യമാരെ പറ്റിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്നവന്മാരെ ആദ്യം വശീകരിക്കുകയും പിന്നീട് അവരെ വകവരുത്തുന്നതും. എന്നിരുന്നാലും അവൾക്ക് ഒരു ജോലിയുണ്ട്. ഹീറോയിൻ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ്. തുടർന്ന് അവളുടെ ഉറ്റ കൂട്ടുകാരിയുമായി അവൾക്ക് ഉടലെടുക്കുന്ന ബന്ധവും അതേ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നേഴ്സ് എന്ന ഈ ചിത്രം പറയുന്നത്. വീഡിയോ കാണുന്നവർ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥ ആരംഭിക്കുമ്പോൾ ഹീറോയിൻ ആരെയും വശീകരിക്കുന്ന വേഷങ്ങൾ അണിഞ്ഞ് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവളുടെ സൗന്ദര്യം കണ്ട് ഒരാൾ പെട്ടെന്ന് അവളെ ഫോളോ ചെയ്ത് അടുത്തുകൂടി. അയാൾ വിവാഹിതനായിരുന്നു. മണം പിടിച്ച് അവൻ ഹീറോയിന്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. അവൾ അവനെ ഒന്ന് അടിമുടി നോക്കുന്നു. എന്നാൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ വിവാഹമോതിരം അവൻ ഹീറോയിന് സമ്മാനമായി നൽകി. അതോടെ തന്റെ ഇരയായി അടുത്ത് വന്ന അവനെ ഹീറോയിൻ നന്നായി വശീകരിച്ചെടുത്തു. ശേഷം അയാളെയും കൂട്ടി അവൾ പുറത്തേക്കിറങ്ങി. അവന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ അവന്റെ പേഴ്സിൽ നിന്നും എടുത്ത് ഹീറോയിൻ നോക്കാൻ തുടങ്ങി. ശേഷം അവരെ വഞ്ചിച്ച് തന്റെ അടുത്ത് മോശമായ ഉദ്ദേശത്തോടെ വന്ന അവനെ സ്വർഗം കാണിക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ താഴേക്ക് പോയി പണികൾ തുടങ്ങി വെച്ചു. പക്ഷേ അവളുടെ ചെയ്തികളിൽ മയങ്ങി നിന്ന അവൾ ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. ഹീറോയിൻ പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവന്റെ കഥ ഇഞ്ചിഞ്ചായി കഴിക്കാൻ തീരുമാനിച്ചു. ചോര വാർന്ന് അവൻ വേദന കൊണ്ട് പിടയാൻ തുടങ്ങി. നിന്റെ ഭാര്യയും കുട്ടികളെ നീ ചതിച്ചതിന് കിട്ടിയ ശിക്ഷയാണെന്നും അവൾ അവനോട് പറഞ്ഞ ശേഷം അവന്റെ കഥ മുഴുവനും തീർത്ത ശേഷം അവൾ മടങ്ങി. തുടർന്ന് കാണിക്കുന്നത് കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ഡാനിയെയാണ്. അവൾ ഹീറോയിന്റെ നല്ല കൂട്ടുകാരിയായിരുന്നു. അന്ന് അവൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യ ദിവസമാണ്. അതിന്റെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ഹീറോയിൻ അവളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും അവിടെ വെച്ച് പരിചയപ്പെട്ടു. ഡാനിയും നേഴ്സായി ഹീറോയിന്റെ ആശുപത്രിയിൽ തന്നെയാണ് ജോലിക്ക് കയറുന്നത്. പക്ഷേ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോയ ആദ്യത്തെ ദിവസം ആളൊഴിഞ്ഞ ഒരു മുറിയിൽ വെച്ച് ഡാനി അവളുടെ കാമുകനുമായി കണ്ടുമുട്ടുകയും ഡ്യൂട്ടി സമയത്ത് അവർ രണ്ടുപേരും അവിടെ ബന്ധപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു എമർജൻസിയായി ഡോക്ടർ അവളെ വിളിക്കുന്ന സമയം അവൾക്ക് അവിടെ ഓടിയെത്താൻ കഴിഞ്ഞില്ല. അന്ന് അവൾ ശരിക്കും വഴക്ക് കേൾക്കുന്നു. അത് ഹീറോയിനും ശ്രദ്ധിക്കുന്നു. അതേ തുടർന്ന് മൂഡ് ഔട്ട് ആയിരുന്ന ഡാനിയെ സമാധാനിപ്പിക്കാനായി ഹീറോയിൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് അവളെയും കൂട്ടി ഹീറോയിൻ ബാറിലേക്ക് പോയി കുടിച്ച് കൂത്താടാൻ തുടങ്ങി. അവിടെ വെച്ച് ബോധം കെടാറായ അവർ രണ്ടുപേരും പരസ്പരം അടുപ്പത്തിലാവുകയും ചെറിയ പരിപാടികൾ നടത്തുകയും ചെയ്തു. കൂടാതെ മറ്റൊരാൾ അവരുടെ അടുത്തേക്ക് വരികയും അവർ മൂന്നുപേരും പരിസരം മറന്ന് ബന്ധപ്പെടുകയും ചെയ്തു. ഹീറോയിൻ അതിന്റെയെല്ലാം ചിത്രങ്ങൾ അവൾ അറിയാതെ പകർത്തുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോൾ ഡാനി ഹീറോയിന്റെ വീട്ടിലായിരുന്നു. കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവൾക്ക് ഓർമ്മയില്ല എന്ന് ഹീറോയിനോട് അവൾ പറയുന്നു. തുടർന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ നിനക്ക് എന്റെ ഒപ്പം ചെലവഴിച്ചു കൂടെ എന്ന് ഹീറോയിൻ അവളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് നിരസിച്ച് തനിക്ക് ജോലിക്ക് പോണമെന്ന് പറഞ്ഞ് ഡാനി വേഷങ്ങൾ ധരിച്ച് അവിടെ നിന്നും പോകുന്നു. നിന്നെ പിന്നെ എടുത്തോളാമെന്ന മട്ടിൽ ആയിരുന്നു ഹീറോയിൻ അപ്പോൾ. അടുത്ത ദിവസം ഡാനിയുടെ രണ്ടാനച്ഛന്റെ അടുത്തേക്ക് ഹീറോയിൻ പോകുന്നു. അയാൾ ഒരു ഡോക്ടർ ആയതിനാൽ തന്റെ മൈൻഡ് ശരിയാക്കാനായി ഒരു കൗൺസിലിംഗിന് വേണ്ടി എന്ന മട്ടിൽ ഹീറോയിൻ അയാളെ സമീപിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് കോഴിത്തരമുള്ള ആളാണ് അയാളെന്നറിഞ്ഞ ഹീറോയിൻ അയാളെ വശീകരിക്കാനും മറന്നില്ല. തുടർന്ന് ജോലിക്കിടയിൽ ഡോക്ടർ ഡാനിയെ ശല്യപ്പെടുത്തുന്നതും അവളോട് അയാൾ മോശമായി പെരുമാറുന്നതും ഹീറോയിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവൾക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹീറോയിന് ഡാനിയോടും അവളുടെ ശരീരത്തോടും വല്ലാത്ത ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അന്നത്തെ ദിവസം തന്റെ വീടിന്റെ ഒരു കീ ഹീറോയിൻ ഡാനിയെ ഏൽപ്പിച്ചു. നിനക്ക് എന്ത് വിഷമം വന്നാലും ഞാനില്ലെങ്കിലും എന്റെ വീട്ടിൽ എന്റെ അനുവാദം കൂടാതെ കയറി വരാമെന്നും ഹീറോയിൻ അവളോട് പറയുന്നു. അന്നത്തെ ദിവസം ഡാനി കുളിക്കുന്നതും വേഷങ്ങൾ മാറുന്നതും ഹീറോയിൻ അടങ്ങാത്ത കൊതിയോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് രാത്രി ഡാനിയുടെ രണ്ടാനച്ഛന്റെ കാറിന് മുന്നിൽ വന്നു നിന്ന ഹീറോയിൻ അയാളോട് ഒരു ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറി കൂടുന്നു. ശേഷം അയാളെ എങ്ങനെയെല്ലാം വശീകരിക്കാമോ ആ അടവെല്ലാം ഹീറോയിൻ പയറ്റുന്നു. അതിൽ മൂക്കും കുത്തി വീണ അയാൾ അവളുടെ ദേഹത്തേക്ക് ഇരച്ചു കയറി ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ആ സമയം ഹീറോയിൻ അവളുടെ ബാഗിൽ നിന്നും മരുന്ന് നിറച്ച ഒരു സൂചിയെടുത്ത് അയാളുടെ കഴുത്തിൽ കുത്തിയിറക്കി. അത് ദേഹം മുഴുവൻ തളരാൻ വേണ്ടിയുള്ള മരുന്നാണെന്ന് അവൾ അയാളോട് പറയുന്നു. ഭാര്യയെ ചതിച്ച് ധാരാളം സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നെന്നറിഞ്ഞ ഹീറോയിന് അയാളോട് അങ്ങനെ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ശേഷം ആ കാറിൽ നിന്നും ഹീറോയിൻ ഇറങ്ങിയ ശേഷം സ്റ്റാർട്ട് ചെയ്തു വിട്ട ആ കാറ് നിയന്ത്രണം തെറ്റി മറ്റൊരു വണ്ടിയിൽ ഇടിച്ചതോടെ എല്ലാം തകിടുപൊടിയായി. അതോടെ ഡാനിയുടെ
രണ്ടാനച്ഛൻ വിട പറഞ്ഞു. അന്ന് രാത്രി അച്ഛൻ പോയ സങ്കടത്തിൽ ഡാനി ഹീറോയിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഒന്നും അറിയാതെ അവൾ ഹീറോയിനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഉള്ളിൽ ഒരു കള്ളച്ചിരിയോടെ അവൾ ഡാനിയെ ആശ്വസിപ്പിച്ചു. എങ്ങനെയെങ്കിലും ഡാനിയുടെ ഇഷ്ടം കൂടുതൽ പിടിച്ചുപറ്റാൻ ശ്രമിച്ച ഹീറോയിന് കിട്ടിയ ഒരവസരമായിരുന്നു അത്. അതിൽ അവൾ വിജയിക്കുന്നു. തുടർന്നുള്ള അവരുടെ സംസാരത്തിൽ ഡാനിക്ക് ഹീറോയിന്റെ കമ്പനി വളരെ ഇഷ്ടമാവുകയും അവളുടെ മനസ്സ് ഓക്കെ ആവുകയും ചെയ്തു. പക്ഷേ അവരുടെ സംസാരത്തിനിടയിൽ ഡാനിയുടെ കാമുകനെ പറ്റി അവൾ പറയുമ്പോൾ ഹീറോയിൻ അതിൽ അസ്വസ്ഥയാകുന്നു. അവനുമായുള്ള കൂട്ട് അവസാനിപ്പിക്കണമെന്ന വിധത്തിൽ അറിയാതെ സംസാരിച്ചു പോയ ഹീറോയിന് അടിതെറ്റാൻ തുടങ്ങി. കാമുകനെ പറ്റി അവൾ മോശമായി സംസാരിച്ചത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഡാനി ഹീറോയിനോട് പിണങ്ങി അവിടെ നിന്നും വേഗം തിരിച്ചു പോകാൻ തുടങ്ങി. ഹീറോയിന്റെ സ്വഭാവം വല്ലാതെ മാറാൻ തുടങ്ങിയപ്പോൾ പേടിച്ചുപോയ ഡാനി വേഗം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഡാനിയുടെ അച്ഛന്റെ മരണം അന്വേഷിക്കാനായി ഒരു ഓഫീസർ അവിടെ എത്തി. അയാളെ സ്വാധീനിക്കാനായി ഹീറോയിൻ അപ്പോൾ മുതൽ പണി തുടങ്ങിയിരുന്നു. അതിനുശേഷം ഹീറോയിൻ ബാറിൽ വെച്ച് പകർത്തിയെടുത്ത ഡാനിയുടെ ചൂടൻ രംഗങ്ങൾ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അത് കണ്ട ഡാനി ആകെ പേടിക്കുന്നു. ഉടനെ തന്നെ എല്ലാ ചിത്രങ്ങളും അവൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്നു. പക്ഷേ അവിടം കൊണ്ടും തീർന്നില്ല. ഡാനി അവളുടെ കാമുകന്റെ ഒപ്പം കഴിയുന്ന സമയം അവന്റെ കമ്പ്യൂട്ടറിലേക്കും ഹീറോയിൻ അവളുടെ മറ്റൊരാളുമായി നിൽക്കുന്ന ആ ചിത്രങ്ങൾ അയക്കുന്നു. എന്നാൽ അത് ഡാനിയുടെ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ട് കാമുകൻ കാണുന്നതിന് മുമ്പ് അവൾ അതെല്ലാം അതിൽ നിന്നും നീക്കം ചെയ്തു. പക്ഷേ അന്ന് രാത്രി ഹീറോയിൻ ഡാനിയെ വീഡിയോ കോൾ ചെയ്യുകയും അവളുടെ ഒരു സുഹൃത്തിനെ അതിലൂടെ വകവരുത്താൻ ശ്രമിക്കുന്നത് കാണിച്ച് അവൾ ഡാനിയെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇനിയും വൈകിക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കിയ ഡാനി ഉടനെ തന്നെ ആ ഓഫീസറിനെ വിവരമറിയിക്കാനായി ശ്രമിച്ചു. കൂടുതൽ തെളിവ് കൊടുക്കാനായി അടുത്ത ദിവസം അവൾ നേരിട്ട് സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ അവൾ എത്തുന്നതിന് മുമ്പ് ആ ഓഫീസറിനെ ഹീറോയിൻ വശീകരിച്ച് കൈക്കലാക്കിയിരുന്നു. അതിനാൽ അവളെ പറ്റിയുള്ള സത്യങ്ങൾ അവരോട് വിളിച്ചു പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാത്തതിനാൽ തുടർന്ന് ഡാനിക്ക് തിരികെ മടങ്ങേണ്ടി വന്നു. അതിനുശേഷം ഹീറോയിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയാനായി ഡാനി അവളുടെ നാട്ടിലേക്ക് പോയി അന്വേഷണം നടത്തുന്നു. അവിടെ വെച്ച് അവൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു. ഹീറോയിന്റെ അച്ഛന് അയാളുടെ ഓഫീസിലെ ജോലിക്കാരികളുമായി മോശമായ ബന്ധമുണ്ടായിരുന്നു. അയാൾ ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് ഒരു നാൾ പരസ്ത്രീയുമായി ബന്ധം പുലർത്തിയതിനെ തുടർന്ന് അവർ അത് ചോദ്യം ചെയ്യുമ്പോൾ തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അമ്മയെ ക്രൂരമായി തല്ലുന്ന തന്റെ അച്ഛന്റെ അതിക്രമം സഹിക്കാൻ കഴിയാതെ ചെറിയ കുട്ടിയായിരുന്ന ഹീറോയിൻ അയാളെ വകവരുത്തുന്നു. അതേ തുടർന്നാണ് ഹീറോയിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വർഷങ്ങളോളം അവൾ മനസ്സിന്റെ സമനില തെറ്റി ചികിത്സയിൽ കഴിഞ്ഞതുമായ വിവരങ്ങൾ ഡാനി അവിടെ വെച്ച് അറിയുന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ഡാനി വേഗം തിരികെ മടങ്ങി. ഇതേ സമയം ഡാനിയോട് മോശമായി പെരുമാറിയ ആ ഡോക്ടറായിരുന്നു ഹീറോയിന്റെ അടുത്ത ഇരയായി അവൾ തിരഞ്ഞെടുത്തത്. അയാളെ കെണിയിലാക്കി കൊണ്ടുപോയ ഹീറോയിൻ ആശുപത്രിയിൽ വെച്ച് തന്നെ ക്രൂരമായി അയാൾക്കുള്ള പണി കൊടുക്കുന്നു. ഈ സമയം ഡാനി തന്റെ ഒരു കൂട്ടുകാരിയെ ഹീറോയിൻ അപകടപ്പെടുത്തിയതായി അറിയുന്നു. അതറിഞ്ഞ് അവൾ ഹീറോയിനെ ഫോൺ ചെയ്തു. ആ സമയം ആ ഓഫീസറുമായി അവൾ ബന്ധപ്പെടുകയായിരുന്നു. എന്നാൽ കോൾ എടുത്ത ശേഷം അടുത്തത് ഞാൻ നോട്ടമിട്ടിരിക്കുന്നത് നിന്റെ കാമുകനെയാണെന്ന് ഹീറോയിൻ ഡാനിയോട് പറയുന്നു. അത് കേട്ട് പേടിച്ച് ഡാനി കാമുകനെ ഫോൺ ചെയ്ത് സേഫായി ഇരിക്കാൻ പറയുന്നു. എന്നാൽ അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നറിഞ്ഞ് ഡാനി അവിടേക്ക് പാഞ്ഞെത്തി. ഉടനെ തന്നെ അവിടെ കയറിക്കൂടിയ ഹീറോയിൻ ഡാനിയുടെ കാമുകനെ വകവരുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷേ ഡാനി അവളെ തടയുകയും അവർ തമ്മിൽ പൊരിഞ്ഞ വാക്കേറ്റവും ഉണ്ടാകുന്നു. അതോടെ ഹീറോയിന്റെ സമനില തെറ്റിയതും അവൾ ഭ്രാന്തിളകിയ പോലെ എല്ലാവരെയും കൊല്ലാനായി ശ്രമിക്കുന്നു. ഒടുവിൽ ഡാനിയുടെ നേർക്കും കത്തിയുമായി പോയ ഹീറോയിൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഒന്നും അറിയാതെ അവിടെ കിടന്ന രോഗികളെയും അവൾ ക്രൂരമായി ഉപദ്രവിക്കാൻ നോക്കി. പക്ഷേ ഒരു പരിധിവരെ ഡാനിക്ക് അവളെ തടയാൻ കഴിഞ്ഞെങ്കിലും അവസാനം ഡാനിയുടെ കാമുകനെ ഹീറോയിൻ അപകടപ്പെടുത്തുന്നു. അതിനുശേഷം അതിവിദഗ്ധമായി രക്ഷപ്പെട്ട ഹീറോയിൻ ചെന്നെത്തിയത് ആ ഓഫീസറിന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ ഹീറോയിൻ ഒരു കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കിയെത്തിയ അയാൾ അവളെ തോക്കിന്റെ മുൾമുലയിൽ നിർത്തുകയും അവളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ ഹീറോയിൻ അയാളോട് അപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അതിലൂടെ അയാളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും പിന്നിലൂടെ വന്ന ഹീറോയിന്റെ ഒരു സഹായി ആ ഓഫീസറിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ എങ്ങോട്ടെങ്കിലും പോയി നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ഹീറോയിന്റെ ആ സുഹൃത്ത് ഓഫീസറിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാനായി തുനിയുന്നു. അങ്ങനെ എല്ലാം മറവ് ചെയ്ത് ഹീറോയിൻ മറ്റൊരാളുടെ പേരിലും മേൽവിലാസത്തിലും മറ്റൊരു നാട്ടിലേക്ക് കടക്കുകയും അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതായും കാണിക്കുന്നു. എന്നാൽ ആ പേരും മേൽവിലാസവും ഡാനിയുടെയും ഹീറോയിന്റെയും സുഹൃത്തായ ഒരു പെൺകുട്ടിയുടേതായിരുന്നു. അത്രയും കാണിച്ച് ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.